നമസ്കാരം. ഞാനിവിടെ നിൽക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ സിയോയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. മനോജ് സാർ മഹാരാജ് കോളേജിൽ പഴയ KSQക്കാരനായിരുന്നല്ലേ? അവിടുത്തെ SFI പിള്ളേർ റെഡി അവസാനത്തേതാണെന്ന് കരുതരുത്. ഒരു മെക്സിക്കൻ അപാര സഖാവ്. ഈ രണ്ട് ചിത്രങ്ങളുമായി നമ്മൾ കണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരനായ നായകൻ. അതേ തരത്തിലുള്ള ഇടതുപക്ഷ ചിന്താധികാരൻ നായകൻ തന്നെയാണ് അജയ് മാത്യുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മേൽ പറഞ്ഞ ചിത്രങ്ങളിലേതുപോലെ പൂർണ്ണമായും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ചിത്രമായി CI മാറുന്നില്ല. തൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ അമേരിക്കയിലേക്ക് പോകുന്ന നായകൻ, ആ ഒരു ബേസിക് ത്രെഡിൽ നിന്നാണ് ചിത്രം വികസിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദുൽഖറിൻ്റെ തന്നെ മുൻ ചിത്രമായ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയായിട്ട് വളരെയധികം സാമ്യം തോന്നാം. ആ ഒരു സിമിലാരിറ്റി തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ചിത്രത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് ഫാക്ടർ. മുന്നേ പറഞ്ഞ പോലെ തന്നെ അധികമൊന്നും ഓഫർ ചെയ്യാനടുത്ത ഷിബിൻ ഫ്രാൻസിസിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് സ്വയം സംവിധാനം ചെയ്ത് സ്വയമായി തന്നെ നിർമ്മിക്കാനുള്ള അമൽ നീരദിൻ്റെ ആ ശ്രമം കയ്യടി അർഹിക്കുന്നു. ബാലയും അജയ് മാത്യുവും രാഷ്ട്രീയവും കൂട്ടുകാരും പ്രണയവും എല്ലാം അടങ്ങുന്ന ആദ്യ പകുതി, ആ ആദ്യ പകുതിയിൽ നിന്നും അമേരിക്കയും മെക്സിക്കോയും ഹോണ്ടുറാസും മെക്സിക്കോയിലെ കാടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന രണ്ടാം പകുതിയിലേക്കുള്ള മാറ്റം വളരെ ലോജിക്കലായി തന്നെ സ്ക്രീനിലെത്തിക്കാൻ സംവിധാനം സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോപി സുന്ദറിൻ്റെ പശ്ചാത്തല സംഗീതവും അദ്ദേഹം സംഗീതം നൽകിയ രണ്ട് പാട്ടുകളും ചിത്രത്തിന് കൂടുതൽ ഭംഗി നൽകിയിട്ടുണ്ട്. കണ്ണിൽ കണ്ണിൽ നോക്കും നേരം ഉള്ളിൽ തിങ്ങി നിറയുന്നതെന്തോ ഇതെന്തോ എന്നും മുന്നിൽ കാണുമ്പോൾ എന്നുള്ളം തുള്ളിത്തൊടുമ്പുന്നതെന്തോ ഇതെന്തോ. തൻ്റെ ആദ്യ ചിത്രമായ ബിഗ് ബി മുതൽ വളരെ വ്യത്യസ്തമായ ഒരു മേക്കിംഗ് പാറ്റേണിൽ നമുക്ക് അമൽനീരദ് ചിത്രങ്ങളെ കാണാൻ സാധിക്കും. പക്ഷെ ആ ഒരു വ്യത്യസ്തമായ ഒരു മേക്കിംഗ് പാറ്റേൺ ഈ ചിത്രത്തിൽ തീർത്തും അന്യമാണ്. ആ ഒരു അമൽനീരദ് മാജിക്കിൻ്റെ അഭാവമായിരിക്കും ഈ ചിത്രം നേരിടാൻ പോകുന്ന മറ്റൊരു വലിയ നെഗറ്റീവ് ഫാക്ടർ. ഇനി നമുക്ക് ചിത്രത്തിൻ്റെ കാസ്റ്റിലേക്ക് വരാം. ദുൽഖർ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കഥാപാത്രത്തിനോടൊപ്പം സപ്പോർട്ടിംഗ് കാസ്റ്റായി സിദ്ദിഖ്, സൗബിൻ ഷാഹിർ, ദിലീഷ് പോത്തൻ, നായികയായ കാർത്തിക മുരളീധരൻ, ചാന്ദ്രി സിഗർ എന്നിവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യ പകുതിയിലെ സൗബിൻ ഷാഹിറിൻ്റെ കഥാപാത്രം വളരെയധികം രസകരമാണ്. അതേപോലെ തന്നെ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന മാത്യു എന്ന കഥാപാത്രവും വളരെയധികം കയ്യടി നേടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അമൽനീരദിൻ്റെ മുൻ ചിത്രമായ ബാച്ചലർ പാർട്ടിയിലൊക്കെ അഭിനയിച്ച ജോൺ വിജയാണ്. ശ്രീലങ്കൻ വംശജനായ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് സ്ക്രിപ്റ്റ് റൈറ്റർ നൽകിയിരിക്കുന്ന ക്യാരക്ടറൈസേഷൻ അത് വളരെയധികം അഭിനന്ദനാർഹമാണ്. അമൽനീരദ്, ദുൽഖർ സൽമാൻ പൂർണ്ണമായും ഈ രണ്ട് പേരുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ആദ്യ ദിവസങ്ങളിൽ റഷ്യം കാണാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദുൽഖർ സൽമാൻ, അമൽനീരദ് എന്നീ രണ്ട് ഫാക്ടേഴ്സ് മാറ്റി നിർത്തിയാൽ ശരാശരിക്ക് മുകളിൽ മാത്രം നിൽക്കുന്ന ചിത്രമായി CI മാറും. പൂർണ്ണമായും എനിക്ക് കിട്ടിയ സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ചിത്രത്തിന് നൽകുന്ന മാർക്ക് 10-ൽ 6. ഈ ഒരു അഭിപ്രായം പൂർണ്ണമായും റെഫറൻസായി മാറ്റിവെച്ച് തിയേറ്ററിൽ കണ്ട് നിങ്ങൾ തന്നെ ചിത്രത്തെ വിലയിരുത്തുക. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.